Hi guys, once again welcome back to Nihal Sir. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ട്രാൻസ്ഫർ A to Z കാര്യങ്ങൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, അതുപോലെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യം പരിപാടി എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന പരിപാടിയാണ് ട്രാൻസ്ഫർ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആർക്കൊക്കെ ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് ആ പേരുകൾ അല്ലെങ്കിൽ ആർക്കൊക്കെ ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയുമെന്ന പേര് ലിസ്റ്റ് ആണ് വായിക്കുമ്പോൾ നിങ്ങൾ പല ആളുകളും വിഷമത്തിലായിരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ല, സർക്കുലർ സിസ്റ്റങ്ങൾ അങ്ങനെയാണ്. പുതിയ സർക്കുലർ പ്രകാരമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. തൊട്ട മുന്നത്തെ വർഷങ്ങളിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വന്ന സർക്കുലറുടെ ഡീറ്റെയിൽസാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. 99.9% അതുതന്നെയായിരിക്കും ഈ വർഷവും ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വലിയ വ്യത്യാസവും വലിയ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിലെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവും ഏത് സമയത്തേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ വരിക എന്നുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആർക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കാൻ വേണ്ടി കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ പറ്റാത്ത കുട്ടികൾ. ശ്രദ്ധിച്ചാൽ നമ്പർ 1 ആദ്യത്തേത് മുഖ്യ അലോട്ട്മെന്റുകൾ. അതായത് നമ്മൾ കഴിഞ്ഞു പോയ അലോട്ട്മെന്റുകളിൽ ഏതൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആദ്യ ഓപ്ഷനിൽ പ്രവേശനം കിട്ടിയ കുട്ടികൾ, ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയവർ, വിഭിന്ന ശേഷി വിഭാഗത്തിൽ അതായത് അധിക സീറ്റ് സൃഷ്ടിച്ച് അലോട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ളത് അല്ലെ എന്നീ വിഭാഗത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി. ഏതൊക്കെയാണ് ആ വിഭാഗം ആളുകൾ? സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അതാണ് നിങ്ങളുടെ ഈ 2 വർഷം നിങ്ങൾ +2 പഠിക്കാൻ വേണ്ടി പോകുന്ന സ്കൂൾ. മനസ്സിൽ ഇപ്പോഴേ അതങ്ങ് വെച്ചോ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ആർക്കൊക്കെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ട് ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയില്ല എന്ന വിവരം അറിഞ്ഞ ആളുകൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇത് 2020 കഴിഞ്ഞ മുൻ വർഷത്തെയാണ്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലാണ്. വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. പുതിയ സർക്കുലർ വരുമ്പോൾ നിങ്ങൾ മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ട. അടുത്തത് മറ്റു കോട്ട, അതായത് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട പ്രവേശനം നേടിയവർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ അർഹരല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയില്ല. പിന്നെ സ്പോർട്സ് കോട്ടക്കാർക്ക്, കമ്മ്യൂണിറ്റി കോട്ടക്കാർക്ക്, മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, ചുരുക്കി പറഞ്ഞാൽ മെറിറ്റ് സീറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ വരെ കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം തന്നെ മെജോറിറ്റി ആളുകൾ നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടാവും. എനിക്കറിയാം പല ആളുകളും ആഗ്രഹിച്ചു ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂൾ വരെ മാറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂൾ എങ്ങനെയായാലും മാറ്റി തരാം. അതിന് ലോജിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ച് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ അത് കിട്ടി, പിന്നെ അത് മാറണമെന്ന് പറഞ്ഞാൽ അതിനടിക്കല്ലേ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പരിപാടി, വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ സ്കൂളുകളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലോ മറ്റൊരു സ്കൂളിലോ അതേ കോമ്പിനേഷനിലോ മാറ്റാൻ അനുവദിക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ച കാര്യം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂൾ നിങ്ങൾ കിട്ടിയാണ്. നിങ്ങൾ എ എന്ന് പറഞ്ഞ സ്കൂൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തു. എ എന്ന സ്കൂൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഏതാ? നിങ്ങൾക്ക് സയൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് പോകേണ്ടത് അതേ സ്കൂളിലെ കൊമേഴ്സിലേക്കാണ്. നിങ്ങൾക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അങ്ങനെ കൊടുക്കാം. ഇതിനെ വിളിക്കുന്നവരാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ. നിങ്ങളെ കോമ്പിനേഷൻ മാറ്റാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സയൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ബി എന്ന സ്കൂളിലെ കൊമേഴ്സ് നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയമില്ല, നേരെ അങ്ങോട്ട് ഇങ്ങ് കൊടുക്കാം. അതുകൊണ്ട് അതേ സ്കൂളിലെ കോമ്പിനേഷൻ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലേക്കോ ഹ്യൂമാനിറ്റീസിന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാം. അതേ സ്കൂളിൽ നിന്ന് മാറാം, വേറൊരു സ്കൂളിൽ മാറാം. അപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ സയൻസിലെ കുട്ടി മറ്റൊരു സ്കൂളിലെ സയൻസിലേക്ക് തന്നെ മാറുന്നില്ല. കൊമേഴ്സ് കുട്ടി അതേ വേറൊരു സ്കൂളിലെ കൊമേഴ്സിലേക്ക് തന്നെ മാറുന്നില്ല. ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാറാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം. അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ആ അലോട്ട്മെന്റ് പ്രോസസിന്റെ ഭാഗമായി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അങ്ങനെ ചെയ്യാത്ത പല കുട്ടികളും ഈ അലോട്ട്മെന്റ് പരിപാടി പുറത്താവും. സപ്ലിമെൻ്ററി പോലും അവിടെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ വന്ന സർക്കുലർ പ്രകാരം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണെന്ത്, നിങ്ങൾ നിർബന്ധമായും ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും മാറ്റത്തിനായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇനി എ ബി അല്ല, CDEFG എത്ര സ്കൂളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിലെ കോമ്പിനേഷന് വേണ്ടി സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറിന് കൊടുക്കാവുന്നതാണ്. റെഡി. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ക്ലിയർ ആയി. അതുപോലെ എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ കൊടുക്കാം, സ്കൂൾ ട്രാൻസ്ഫർ മാത്രമല്ല സബ്ജക്ട് ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ഇനി ഈ പറഞ്ഞ സ്കൂളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എ സ്കൂൾ നിങ്ങൾക്ക് ബി എന്ന സ്കൂളിൽ കിട്ടി, ട്രാൻസ്ഫറിന് കിട്ടിയപ്പോൾ ആ ബി എന്ന സ്കൂളിൽ ഇന്ന കോഴ്സ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. പിന്നെ ഇനി അയ്യോ കൊടുക്കണ്ടില്ല, എനിക്ക് പഴയ സ്കൂൾ തന്നെ മതി, അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. നിർബന്ധമായി അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചൊരു തീരുമാനം എടുക്കുക. ട്രാൻസ്ഫർ ചാടിക്കറിയാൻ കൊടുക്കല്ല, കിട്ടിയാൽ പോകേണ്ടി വരും. ഓക്കെ, ഇനി എന്താണ്, പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ കൂടാതെ സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്കും വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും. അതായത് ഒരു വിദ്യാർത്ഥി മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സ്കൂളിലേക്കും നിലവിൽ ഒഴിവുകൾ ഇല്ലെങ്കിലും അപേക്ഷ നൽകാവുന്നതാണ്.
എന്താ നിഹാൽ സാറെ കൺഫ്യൂഷൻ ആയോ? ഒരു കൺഫ്യൂഷൻ സംഭവം എന്താ അറിയോ? ഇപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലെ സ്കൂൾ വേക്കൻസി ലിസ്റ്റ് നോക്കും, ഏതൊക്കെ സ്കൂളാണ് വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സ്കൂളാണ്, അവിടെ വേക്കൻസി വരുന്നത് സയൻസിന് ഒരു സീറ്റ്, കൊമേഴ്സിന് ഒരു സീറ്റ്, ഹ്യൂമാനിറ്റീസിന് 2 സീറ്റ് എന്നൊക്കെ ചിലപ്പോൾ കാണിക്കാം. പക്ഷേ ഇത് ഒഴിവുള്ള സീറ്റാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇവിടെ ഇതേപോലെ കിട്ടിയ കുട്ടി, നിങ്ങളെപ്പോലെ കിട്ടിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ പേരൊന്നും ഒഴിവായി ഇതിൽ കാണില്ല. അവർക്കും ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരും ട്രാൻസ്ഫർ കൊടുക്കുന്നു, നിങ്ങളും ട്രാൻസ്ഫർ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും സീറ്റ് അവിടെ ഒഴിവരും. അപ്പോൾ അതെന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ട് ടാലി ആയി പോകും. അതുകൊണ്ട് ഒരു സ്കൂൾ ഒഴിവുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ കാരണം അതേ സ്കൂളിൽ കിട്ടിയ കുട്ടികൾ വേറെ പല സ്ഥലത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കൂളിന് ഒഴിവുണ്ടെങ്കിലും ഒഴിവില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുക്കാവുന്നതാണ്. റെഡി? 3 കാര്യങ്ങൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനിയുണ്ട് കേട്ടോ. ഒന്നാമത് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി പിന്നെ എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യം, അതായത് ഒഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുക്കാം. എത്ര സ്കൂളിൽ വേണമെങ്കിലും ട്രാൻസ്ഫർ കൊടുക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ 2022 സെപ്റ്റംബർ 15 രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുക എന്നതാണ്. ഇത് 2022 എന്താണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ആ ഡേറ്റും ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 15 വന്നത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്രയാണ്, ഇന്നെന്താ ഡേറ്റ്? ഇന്ന് 26-ാം തീയതിയാണ്. 26-ാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ജൂൺ 26. ഇനി 27, 28, 29, 30 4 ദിവസം കഴിഞ്ഞാൽ എന്തായി, പിന്നെ 30, 31 ജൂലൈ, ആഗസ്റ്റ് 2 മാസം ഇനിയും. അതായത് ഏകദേശം 2-2.5 മാസം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 1-2 ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി അന്ന് തുടങ്ങി. എനിക്ക് അന്ന് ക്ലാസ് തുടങ്ങാൻ എന്തോ ലാഗായിരുന്നുണ്ടാവും, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ആ കാലം. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ വരാൻ വൈകും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലായി. പല സ്കൂളിലും കുട്ടികൾ എന്നോട് പറഞ്ഞിരുന്നു, ടീച്ചേഴ്സ് പറയുന്നുണ്ട് ട്രാൻസ്ഫർ വരാനൊക്കെ വൈകും, നിങ്ങൾ ഈ കോഴ്സ് തന്നെ എടുത്ത് പഠിക്കാൻ തുടങ്ങിക്കോളെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യമാണ്. പലപ്പോഴും ഇനിയും വരാൻ വൈകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഇനി ട്രാൻസ്ഫർ എന്തുകൊണ്ട് വരുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അഡ്മിഷനൊക്കെ റെഡിയായി ആ ഒരു പരുവത്തിലാണ് ഇതൊക്കെ വരാറുള്ളത്. സപ്ലിമെൻറ്റിൻ്റെ കാര്യത്തിലും ഒരു സർക്കുലർ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പം 99.9% ഈ രീതിയിലായിരിക്കും നിങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർ എങ്ങനെ കൊടുക്കാം, ട്രാൻസ്ഫർ കൊടുക്കേണ്ട വിദ്യാർത്ഥികൾ ആരൊക്കെ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, ഒരുപാട് എൻ്റെ ഇൻബോക്സ് മെസ്സേജ് കൊണ്ട് നിറഞ്ഞെടുക്കുകയാണ് നിങ്ങളെ. കാരണം എനിക്ക് റിപ്ലൈ തരാത്തത് ഞാൻ നിഹാൽ സാറിന് ചാടുണ്ടായിട്ടല്ല, കഴിയാത്തത് കൊണ്ടാണ്. എനിക്കിങ്ങനെ കണ്ണ് വേദനയായി പോവുക. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, കിട്ടിയ കുട്ടിയൊക്കെ എനിക്ക് മേലെ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറേ ആളുകൾ പിന്നെ ചില ആൾ സാർ എന്ന ഒരു മെസ്സേജ് അയക്കും. ഞാൻ എസ് എന്ന് അയക്കുമ്പോഴത്തേന് ആ കുട്ടി താഴെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സംശയം അത് മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹായ് സാറിനെന്ന് പറയാതെ നിങ്ങൾ സംശയം നേരെ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ താഴെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ അവിടെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. അത് നിഹാൽ സാറിൻ്റെ ചാനൽ ആദ്യമായി കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പാരൻസ്, ഈവൻ ഇൻക്ലൂഡിങ് പാരൻസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നമ്മുടെ പുതിയ സർക്കുലർ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ ഈ ചാനൽ വരും, എജുപോണിൻ്റെ +1 ചാനൽ വരുന്നതായിരിക്കും. സോ അതുപോലെ നമ്മുടെ +1 കോഴ്സുകളെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെന്താ, നിഹാൽ സാറിന് ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ +1 എജുപോണിൻ്റെ കോഴ്സുകളൊക്കെ നമ്മൾ അടിപൊളിയായി ഓൾറെഡി ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടയർ ഈ വർഷം +1 നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന കാര്യം മാത്രം ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വരും, ഉടനെ നിങ്ങളെ വീഡിയോ ആയിട്ട് വരും. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഞാൻ അവിടെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.